nested intervals. Nested intervals. A sequence of intervals in, n element of n. n element of n, that is I1, I2, I3, I4. It is a sequence of intervals. It is a sequence of intervals I1, I2, I3, I4, etc. Is said to be nested. Is said to be nested if the following chain of inclusion holds. If the following chain of inclusion holds. That is I1 superset of I2, I2 is a superset of I3, superset of etc. In is a superset of in plus 1, etc. ഇങ്ങനെ വരണം. I1ൻ്റെ ഉള്ളിലായിരിക്കണം I2, I2ൻ്റെ ഉള്ളിലായിരിക്കണം I3, I3യുടെ ഉള്ളിൽ I4, etc. പോയിട്ട് IN-ൻ്റെ ഉള്ളിലായിരിക്കണം IN plus 1, I10ൻ്റെ ഉള്ളിലായിരിക്കണം I11 വരേണ്ടത്. അങ്ങനെ പോവുക. ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങൾക്കിത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. അങ്ങനെയൊക്കെയാണ് ഇന്ന് അനാലിസിസ് പഠിക്കേണ്ടത്. സ്വന്തമായിട്ട് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് ഒരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, എന്നിട്ട് ശരിയാണോ നോക്കാൻ വേണ്ടി വീഡിയോ റെസ്യൂം ചെയ്യുക. വി ക്യാൻ ടേക്ക് IN ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1/n. That is, this is 0, this is 1. First n-ന് 1 കൊടുത്താൽ ഓക്കെ, n element of n കൊടുത്താൽ എന്താ വരിക, n 1 കൊടുത്താൽ എന്താ 0, 1 വരും. ഇതാണ് നമ്മുടെ I1. This is I1. Now this is 1/2, here 1/2. So 0, 1/2 is I2. 0, 1/2 is I2. Again, here is 1/3. 0, 1/3 is I3. ഇവിടെ ഉണ്ടാവും 1/4. So 0, 1/4 is I4. ഇങ്ങനെ ചെറുതായി വരും. 0, 1ൻ്റെ ഉള്ളിൽ 0, 1/2, 0, 1/2ൻ്റെ ഉള്ളിൽ 0, 1/3, അതിനുള്ളിൽ 0, 1/4, 0, 1/5 അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വരും. ദിസ് ഈസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ് ആണ്. ഇൻ ഫാക്ട് I1 it is closed and bounded. So I1 is an interval, I2 അതിൻ്റെ ഉള്ളിലുണ്ട്, I3 അതിൻ്റെ ഉള്ളിലുണ്ട്, I4 അതിൻ്റെ ഉള്ളിലുണ്ട്, അങ്ങനെ പോകും. ഇനി ഈ 0, 1/n-ന് കോമൺ ആയിട്ടൊരു എലമെൻ്റ് ഉണ്ടോ? ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity ക്ലോസ് ഇൻ്റർവൽ 0, 1/n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1/n ഇൻ്റർസെക്ഷൻ ഓക്കെ 0, 1/2, 0, 1/3 ഇതൊക്കെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്താ വരിക നോക്ക്. ഇൻ്റർസെക്ഷൻ എടുത്താൽ ചെറിയ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ ചെറുതായി വരും. ഫസ്റ്റ് ഈ സെറ്റ്, പിന്നെ ഇത്, പിന്നെ അത്, അങ്ങനെ ചെറുതായി ഇങ്ങനെ വരും. ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിൽ ആലോചിച്ചാൽ തന്നെ കിട്ടും അത് ചെറുതായിട്ട് എവിടെ എത്തുന്നത്. ഒരൊറ്റ സിംഗിൾട്ടൺ സെറ്റിലെത്തും. ഏതാണ് ആ സെറ്റ്? സിംഗിൾട്ടൺ സെറ്റ് 0 ആണ് വരിക. സിംഗിൾട്ടൺ സെറ്റ് 0 ആണ് വരിക. ഓക്കെ, പ്രൂവ് ദിസ്. അപ്പം നിങ്ങൾ നോട്ടിലേക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ ഹിൻഡ് ഞാൻ തരാം. ഹിൻഡ് തന്നാൽ 90% ആയി. പ്രൂവ് ചെയ്യാനുള്ള ഹിൻഡ് ആർക്കിമീഡിയം പ്രോപ്പർട്ടി. ആർക്കിമീഡിയം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ക്ലിയർലി വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങളെ നോട്ടിലുണ്ടാവണം. അതുപോലെ ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആവുന്ന നെസ്റ്റഡ് സീക്വൻസും കണ്ടെത്താൻ പറ്റും. നെസ്റ്റഡ് സീക്വൻസ് വിച്ച് ഡസ് നോട്ട് ഹാവ് എ കോമൺ പോയിന്റ്. കോമൺ പോയിന്റ് ആണിത്. ഇൻ്റർസെക്ഷനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ കോമൺ പോയിന്റ് എല്ലാത്തിലും ഉണ്ടാകുമ്പോഴാണല്ലോ ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവുക. കോമൺ പോയിന്റ് ആണ് ഇവിടെ 0. 0 is a common point, or singleton set 0 is the intersection, and there is an nested sequence of intervals which has no common point. വളരെ കൂടുതലെണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക്. IN ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0, 1/n എടുത്ത് വിചാരിക്കുക. ഓപ്പൺ ഇൻ്റർവൽ 0, 1/n എടുത്ത് വിചാരിക്കുക. ഇവിടെ ക്ലോസ്ഡ് എടുത്താലും മതി, ഇതെടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരിക ഇൻ്റർസെക്ഷൻ ഓപ്പൺ ഇൻ്റർവൽ 1/n വരിക. എന്തായിരിക്കും വരെ കിട്ടുക? എംപ്റ്റി സെറ്റ് ആയിരിക്കും കിട്ടുക. അതും നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഓപ്പൺ ഇൻ്റർവൽ 0, 1/n-ന് ഓക്കെ, അതിനെ ഞാൻ JN എന്ന് വിളിച്ചു. JN രണ്ടാമത്തെ എക്സാമ്പിൾ. JN ഈസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0, 1/n.
അതിൻ്റെ ഇൻ്റർസെക്ഷൻ n = 1 to infinity ചെയ്താൽ നിങ്ങൾക്ക് എം ടി സെറ്റ് കിട്ടും. അതിൽ ആരും ഉണ്ടാവില്ല. കാരണം എന്താ, അതിൽ സീറോ ഇല്ല. ആകെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് സീറോക്കാ. പക്ഷെ സീറോ ഓരോന്നിലും ഉണ്ടോ? ഒറ്റൊന്നിലും സീറോ ഇല്ല. ഫസ്റ്റത്തെ ഇൻ്റർവെല്ലിൽ പോലും സീറോ ഇല്ല, രണ്ടിലും മൂന്നാമത്തേലും ഒന്നും സീറോ ഇല്ല. അതുകൊണ്ട് ദിസ് nested sequence of intervals Jn doesn't have a common point. വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വേറൊരു എക്സാമ്പിളാണ്, നമുക്ക് കെ എൻ ആയിട്ട് ജെ എൻ എടുത്തു. ഇനി കെ എൻ ആയിട്ട് ഞാൻ എടുക്കുന്നു കെ എൻ = ഇൻ്റർവൽ n ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇവിടെ 1 ഉണ്ട് എന്ന് വിചാരിക്കുക. 1 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ഈസ് ഇൻ്റർവൽ. ഇവിടെ 2 ഉണ്ട്. 2 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട്, 3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട്, 4 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട്, അങ്ങനെ 5 ഇൻഫിനിറ്റി വീണ്ടും ചെറുതാവുന്നു. 6 ഇൻഫിനിറ്റി 6 മുതലേ ഉള്ളൂ, അപ്പോൾ വീണ്ടും ചെറുതാവുന്നു. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ, ഇൻ്റർസെക്ഷൻ കെ എൻ എടുത്താൽ n = 1 to infinity എടുത്താൽ ക്ലിയർലി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും ഇതെന്താ എം ടി ആണെന്ന്. ഇതൊക്കെ പ്രൂവ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രൂഫ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഇനി അങ്ങനെയാണെങ്കിൽ കോമൺ പോയിന്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ എപ്പോഴെങ്കിലും? അതാണ് നമ്മുടെ നെസ്റ്റഡ് ഇൻ്റർവെൽ തിയറം പറയുന്നത്. നെക്സ്റ്റ് തിയറം, വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, നെസ്റ്റഡ് ഇൻ്റർവെൽ തിയറം പറയുന്നത് പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കണ്ടീഷൻ കൊടുത്താൽ സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്, നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണെങ്കിൽ, നെസ്റ്റഡ് സീക്വൻസിലെ ഓരോ ടേമും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ, ഇവിടെ നോക്ക്, ഇത് ക്ലോസ്ഡ് അല്ല, n ഇൻഫിനിറ്റി ക്ലോസ്ഡ് അല്ല, ബൗണ്ടഡും അല്ല. നേരത്തെ ഓപ്പൺ 0 1/n എന്താ, ബൗണ്ടഡ് ആണ്, പക്ഷെ എന്തല്ല, ക്ലോസ്ഡ് അല്ല. പക്ഷെ ക്ലോസ്ഡ് 0 ക്ലോസ്ഡ് 1/n എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1/n അത് ക്ലോസ്ഡും ആണ് ബൗണ്ടഡും ആണ്. അതുകൊണ്ട് അതിനെന്തുണ്ട്, കോമൺ പോയിന്റ് ഉണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ, നെസ്റ്റഡ് സീക്വൻസിലെ ഓരോ മെമ്പർ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു കോമൺ പോയിന്റ് നിർബന്ധമായിട്ടും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒന്ന് ഉണ്ടാവുമെന്ന് ഗ്യാരണ്ടി പറയുന്നു. സോ നെസ്റ്റഡ് ഇൻ്റർവെൽ തിയറം, the theorem states that if n element of n is a nested sequence of closed and bounded intervals, then there exists a theta belongs to in such that theta belongs to in for every n element of n. We can find a common point theta such that theta belongs to every in for every n element of n. Okay, this is the nested interval theorem. അപ്പോൾ നെസ്റ്റഡ് സീക്വൻസിലെ ഓരോ മെമ്പറും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണെങ്കിൽ, നമുക്ക് ഇൻ്റർവെൽസ് ഒക്കെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്കതിലൊരു കോമൺ പോയിന്റ് കണ്ടെത്താൻ പറ്റും. ഇൻ്റർസെക്ഷൻ സീറ്റ ആയിരിക്കും. ഇതിനെ തിരിച്ച് ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഇൻ്റർസെക്ഷൻ n = 1 to infinity in is equal to സിംഗിൾട്ടൺ സെറ്റ് സീറ്റ എന്നും പറയാം. ഇതൊക്കെ സെയിം തന്നെയാണ്, ഈ പറയുന്നൊക്കെ സെയിം തന്നെയാണ്. ഇൻ്റർസെക്ഷൻ i = 1 to infinity in is equal to സീറ്റ എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ കൊടുക്കാൻ നോക്കുക. പ്രൂഫ്, സിൻസ് n element of n is a nested sequence in subset of I1 for every n element of n. കാരണം I1-ൻ്റെ ഉള്ളിലാണല്ലോ എല്ലാവരും ഉണ്ടാവുക. I1-ൻ്റെ ഉള്ളിലാണ് I2 I3 I4 ഒക്കെ ഉണ്ടാവുക. I1-ൻ്റെ ഉള്ളിൽ I2, I2-ൻ്റെ ഉള്ളിൽ I3. എന്തായാലും എല്ലാവരേക്കാൾ മുകളിൽ ഏറ്റവും വലുതായിരിക്കും I1. സോ in subset of I1. Now what is I1? A1 B1. I1 എന്ന് പറഞ്ഞാൽ ആരാ, ക്ലോസ് ഇൻ്റർവെൽ A1 B1 ആണ്. ഓക്കെ, നമുക്ക് IN-നെ നമുക്ക് AI BI എന്ന് വിളിക്കുക. ഓക്കെ, if in is equal to AN BN, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തരുന്നുണ്ട്, if in is equal to AN BN, n element of n is a, അപ്പോൾ in is equal to AN BN is a nested sequence of closed and bounded intervals. അപ്പോൾ in തന്നെ എന്താ, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയാം AN BN, ക്ലോസ് ഇൻ്റർവൽ AN BN ആണ്. അങ്ങനെയാണെങ്കിൽ I1 ആരാ, ക്ലോസ് ഇൻ്റർവൽ A1 B1. അങ്ങനെയാണെങ്കിൽ എല്ലാ AN-ഉം ഇതിൻ്റെ ഒക്കെ ലോവർ ബൗണ്ട് AN ഉണ്ടാവുക, ലോവർ ലിമിറ്റ് AN ഉണ്ടാവുക. AN less than or equal to, therefore AN less than or equal to B1 for every
എൻ എലമെൻ്റ് ഓഫ് എൻ കിട്ടും. ഇതെങ്ങനെയാണ്? I1 A1 B1 ഇതിനുള്ളിൽ ഉണ്ടാവുക ആര്? AN BN. എന്തായാലും ANകളൊക്കെ ആരെക്കാൾ ചെറുതാണ്? B1നേക്കാൾ ചെറുതാണ്. എല്ലാ ANഉം B1നേക്കാൾ ചെറുതാണ്. AN less than or equal to B1 for every n element of n. Therefore set of all AN such that n element of n എല്ലാ ANകളുടെയും കളക്ഷൻ is bounded above by completeness property supremum an n element of n exist. say നമുക്ക് ഒരു പേര് കൊടുക്കുക, സീറ്റ എന്ന് കൊടുക്കുക. സുപ്രീമം ഓഫ് എൻ എക്സിസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ തിരഞ്ഞു നടക്കുന്ന സീറ്റ ആരാ? ANകളുടെ സുപ്രീമം ആയിരിക്കും. നമ്മൾ തെളിയിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സുപ്രീമം ഓഫ് AN n element of n is equal to theta. My claim ഓക്കെ, ഇതിനു മുന്നേ സുപ്രീമം ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സീറ്റ എന്ന് വരും. അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ANകളൊക്കെ എന്തായിരിക്കും? ദെൻ AN less than or equal to theta for every n element of n. ഇക്വേഷൻ നമ്പർ 1. കാരണം എന്താ? എന്നിൻ്റെ സുപ്രീമാണ്, ANകളുടെ സുപ്രീമാണ് സീറ്റ. അപ്പോൾ എല്ലാ മെമ്പേഴ്സും സുപ്രീമത്തേക്കാൾ കുറവായിരിക്കും. AN less than or equal to theta for every n element of n. ഇക്വേഷൻ നമ്പർ 1. ക്ലെയിം theta less than or equal to Bn for every n element of n. When the claim is proved, theorem is proved. Because we have AN less than or equal to theta by 1. If the claim is proved theta less than or equal to Bn, then we get AN less than or equal to theta less than or equal to Bn, which implies theta belongs to AN Bn for every n. That is, theta belongs to In for every n, which is to be proved. Therefore, hence the proof. Okay, so what we have to prove is to prove this claim. Okay, enough to prove this claim. Theta less than or equal to Bn for every n element of n. Now, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫിക്സ് n. ഒരു നാച്ചുറൽ നമ്പർ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 100 ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി ഞാൻ ലെറ്റ് k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എടുത്തു. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n കൊടുക്കും, k ലെസ് ദാൻ n കൊടുക്കും. 100 ശേഷമുള്ള k കൊടുക്കും, 100 താഴെയുള്ള k കൊടുക്കും. അപ്പോൾ എന്തായി? k എന്തായി? ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് കവർ ചെയ്യും. ആദ്യം 100 ശേഷമുള്ള കേസ് പ്രൂവ് ചെയ്യും, പിന്നെ 100 താഴെയുള്ള കേസും പ്രൂവ് ചെയ്യും. അങ്ങനെ ഫുൾ നാച്ചുറൽ നമ്പേഴ്സിന് ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് കവർ ചെയ്യും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആകുമ്പോൾ IKയും INഉം തമ്മിലുള്ള റിലേഷൻ എന്താ? ആരാ വലുത്? ആരാ സൂപ്പർ സെറ്റ്? IKയോ INO സൂപ്പർ സെറ്റ്? ഇവിടെ IN ആയിരിക്കും സൂപ്പർ സെറ്റ്. കാരണം I2 ആണല്ലോ I3നേക്കാൾ വലുത്. IN ആണ് ഇങ്ങനെ വരിക. IN സൂപ്പർ സെറ്റ് ഓഫ് IK എന്ന് എഴുതാം. IN സൂപ്പർ സെറ്റ് ഓഫ് IK. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇത് ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? IK എന്ന് പറഞ്ഞാൽ IK ആണ് ഉള്ളിൽ വരുന്നത്. AK BK. വാട്ട് ഈസ് IK? AK BK. IN ഈസ് AN BN. Therefore AK less than or equal to, okay, then IN superset of IK. Therefore AK less than or equal to BK less than or equal to BN. Okay, therefore AK less than or equal to BN കിട്ടി. AK less than or equal to BN. Now if if k greater than or equal, if k less than n എന്താ വരിക? IK സൂപ്പർ സെറ്റ് ഓഫ് IN ആ വരിക. k less than n ആവുമ്പോൾ IK ആണ് വലുത് വരിക. ചെറിയ സഫിക്സിൻ്റെതാണല്ലോ വലിയതായി വരിക. നെസ്റ്റഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത. നെസ്റ്റഡ് ആയതുകൊണ്ട് IK ആണ് വലുത് വരിക. ഓക്കെ, 2 less than 3 ആവുമ്പോൾ I2 ആണ് വലുത് വരിക. I3 ഉള്ളിലാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരയ്ക്കുക? IK ആണ് വലുത്. അപ്പോൾ AK BK പുറത്തുണ്ടാവും, ഉള്ളിൽ AN BN ഉണ്ടാവും. ഇവിടെയും നമുക്ക് AK less than or equal to BN തന്നെ കിട്ടുക. ഹിയർ AK less than or equal to AN less than or equal to AN less than BN.
ഇവിടെ എ കെ ലെസ് ദാൻ ബി കെ ആണ് കേട്ടോ വരിക. എ കെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. ഇനി എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എൻ ലെസ് ദാൻ ബി എൻ വിച്ച് ഇംപ്ലൈസ് എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. ഇവിടെയൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. ഇൻ എയ്തർ കേസ് എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ, എൻ ഈസ് ഫിക്സഡ്. എൻ ഫിക്സഡ് ആണ്, എൻ 100 ആണ്. അപ്പോൾ കെ 100ൻ്റെ മുകളിലേക്ക് എടുത്താലും 101, 102, 103 എക്സെട്ര അങ്ങോട്ട് പോയാലും 1 മുതൽ 99 വരെ പോയാലും, ദാറ്റ് ഈസ് കെ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും എ കെകളൊക്കെ ആരെക്കാൾ ഫിക്സ് ചെയ്ത ബി 100നേക്കാൾ, ഫിക്സ് ചെയ്ത എൻ 100 ആണല്ലോ, ബി 100നേക്കാൾ കുറവാണ് എല്ലാ എ കെയും. Therefore Bn is a, for a fixed n, therefore for a fixed n, Bn is an upper bound of set of all ak k belongs to n. Set of all ak k belongs to n, that is set of all ak k belongs to n എന്ന് പറഞ്ഞാലും set of all an n belongs to n എന്ന് പറഞ്ഞാലൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് set of all ak k belongs to n is the same as set of all an n belongs to n. നമ്മൾ നൊട്ടേഷൻ അല്ല നോക്കണ്ട, അതിൻ്റെ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്, സെറ്റിൻ്റെ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ഇതേതാ സെറ്റ്? A1 A2 A3 A4 എക്സെട്ര. ഇതെന്താ? അത് തന്നെ A1 A2 A3 A4 എക്സെട്ര. അപ്പോൾ ഇതെന്ത് തന്നെയാണ് എ കെ കെ ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സെറ്റിൻ്റെ അപ്പർ ബൗണ്ടാണ് ആര്? ബി എൻ. ഈ സെറ്റിന് പക്ഷേ വേറൊരു അപ്പർ ബൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഏത് സെറ്റിന്? ഈ സെറ്റിന് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. ഈ സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ആരാ? സീറ്റ. പക്ഷെ രണ്ട് സെറ്റും സെയിം തന്നെയല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ അപ്പർ ബൗണ്ടാണ് സീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പർ ബൗണ്ട് അല്ലേ സീറ്റ. അപ്പർ ബൗണ്ട് മാത്രമല്ല, ലീസ്റ്റ് അപ്പർ ബൗണ്ടാ. ഇതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് സീറ്റ. ഇവിടെ ബി എൻ വെറും ഒരു അപ്പർ ബൗണ്ടാണ്. ബട്ട് സീറ്റ ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ കെ കെ ബിലോങ്സ് ടു എൻ. എ കെ കെ ബിലോങ്സ് ടു. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ റൊട്ടേഷൻ അല്ലെങ്കിൽ കെയും എന്നൊക്കെ അങ്ങോട്ട് ശരിക്കും മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് തോന്നുന്നത് എന്താ, സീറ്റ് ഇതിൻ്റെതല്ലല്ലോ, എ എൻ എൻ എലമെൻറ്റ് ഓഫ് എന്നിൻ്റെ ആണല്ലോ. പക്ഷേ രണ്ട് സെയിം ആണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ അപ്പർ ബൗണ്ടാണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് സീറ്റ. ബി എൻ വെറും ഒരു അപ്പർ ബൗണ്ടാണ്. അതുകൊണ്ട് വി ക്യാൻ കമ്പയർ സീറ്റ ആൻഡ് ബി എൻ. ബി എൻ ഈസ് ആൻ അപ്പർ ബൗണ്ട്, സീറ്റ ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. So we can compare theta and Bn, which is largest. Bn is largest or theta is the smallest. Theta is the least. Theta is the least. So theta less than or equal to Bn. Therefore theta less than or equal to Bn. Therefore theta less than or equal to Bn. And since n is fixed, n fixed ആണ്, n നെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കുക. n 100 ഉള്ള ഇനി എന്താക്കുക, ഇനി അടുത്ത 101 കൊടുക്കുക, 99 കൊടുക്കുക, 98 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. അങ്ങനെ n ന് നമുക്ക് ഇഷ്ടമുള്ള വില ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താലും n ന് പ്രത്യേകത ഒന്നുമില്ല, 100 ഒരു പ്രത്യേകത ഒന്നുമില്ല. ഏത് നമ്പറിന് കൊടുത്താലും ഇത് ശരിയാണ്. സോ theta less than or equal to Bn for every n element of n. Theta less than or equal to Bn. Therefore theta, since n is arbitrary, comma theta less than or equal to Bn for every n element of n, hence the claim അപ്പോൾ എന്ത് കിട്ടി? theta less than or equal to Bn കിട്ടി. Therefore an less than or equal to theta less than or equal to Bn for every n element of n, which implies theta belongs to an Bn equal to In for every n element of n. Hence the proof.